ഹലോ ഗൈസ്, ഞാനെങ്ങനെയാണ് 83.5 കിലോയിൽ നിന്ന് 66 കിലോയിലേക്ക് ഒരു മൂന്നേ മുക്കാൽ മാസം കൊണ്ട് കുറച്ചത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, കഥകൾ, കുറച്ച് പരീക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് എന്താ പറയുക, വയറ് ചാട് അല്ലെങ്കിൽ അവിടെയും കൂടി ഇറച്ചി തൂങ്ങി അല്ലെങ്കിൽ പറയുന്ന പോലെ ഒന്ന് ഫിറ്റ് ആവണമെന്ന് വിചാരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ വടംവലിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്കോ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് അത് ഹെൽത്തി ആവണമെന്നില്ല. പിന്നെ ഞാനത് വെയിറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഇതിൽ പറയുന്നത്. സെപ്റ്റംബർ ഏകദേശം പകുതിയോടുകൂടി എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത് 83,560 83.5 കിലോ. ഇപ്പോൾ ഈ 83.5 കിലോയിൽ നിന്ന് നമ്മൾ ഒരു ഒക്ടോബർ 1-നാണ് ഞാൻ വടം വാങ്ങിയത് മലപ്പുറത്ത് പോയിട്ട്. അപ്പോൾ ഒക്ടോബർ 2-ന് ട്രയൽ റെഡി തുടങ്ങി. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് വെയിറ്റ് ഒരു 2 കിലോ ഉണ്ടെങ്കിൽ 2 കിലോ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ സെപ്റ്റംബർ ഒരു പകുതിയോട് കൂടി വെയിറ്റ് പിടിക്കാൻ തുടങ്ങിയത്. അന്ന് ഞാൻ 83.5 കിലോ ഉണ്ടായിരുന്നു. ഈ 83.5 കിലോയിൽ നിന്ന് ഞാൻ ആദ്യം ചെയ്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മധുര പലഹാരങ്ങളുണ്ടല്ലോ, ഈ സ്വീറ്റ്സ് കഴിക്കുന്ന പരിപാടി ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആദ്യം ഷുഗർ കട്ട് ചെയ്ത് ഞാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കാപ്പി പരിപാടികൾ ഒഴിവാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ സാധാരണ ഞാൻ എന്താ വെച്ചൊരു എണ്ണക്കടികൾ അങ്ങനെയുള്ള സാധനങ്ങൾ അത് കട്ട് ചെയ്തു. എണ്ണക്കടികൾ, ചായ, കാപ്പി സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് ഞാൻ കഴിക്കുന്ന പരിപാടി ഒഴിവാക്കി. അതാണ് ഞാൻ ആദ്യം ചെയ്ത ഒരു എഫേർട്ട് എന്ന് പറയുന്നത്. പിന്നെ പുറത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ബിരിയാണി കഴിക്കണം. ആഴ്ചയിൽ ഒരു 2 ബിരിയാണിയൊക്കെ വെച്ചിട്ട് പുറത്തുനിന്ന് കഴിക്കണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി, ഇങ്ങനെ ഡാൽഡ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ബീഫ് ബിരിയാണി, ഇങ്ങനെ പലതരത്തിലുള്ള ബിരിയാണി ഐറ്റംസ് കുറച്ച് ദിവസത്തേക്ക്, ഒരു മാസത്തേക്ക് ഞാൻ ഇത് പരമാവധി ഒഴിവാക്കി. എണ്ണക്കടികൾ, അതേപോലെ നമ്മൾ പറഞ്ഞ ചായ, കാപ്പി എന്നുള്ള സാധനങ്ങൾ, ബിരിയാണി, ഇതൊക്കെ ഒഴിവാക്കിയപ്പോൾ തന്നെ എനിക്കൊരു ഏകദേശം ഒരു മാസമായപ്പോൾ തന്നെ എനിക്കൊരു കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ട് തുടങ്ങി. എന്ന് വെച്ചാൽ ഒരു 4 കിലോനടുത്തിട്ട് കുറയുണ്ടായിരുന്നു. അപ്പോൾ എക്സസൈസും പ്രാക്ടീസ് ഈ സാധനങ്ങളൊക്കെ വരുന്നതൊക്കെ പിന്നീടാണ്. അപ്പോൾ അങ്ങനെ അതേപോലെ പിന്നീട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്കുമ്പോൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ നമ്മുടെ ബോഡി കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കണം. രാത്രി ചോറ് കഴിക്കുന്നത് മുമ്പ് എന്താണെന്ന് വെച്ചാൽ, പല സമയത്ത് രാത്രി നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ക്ലാസ്സുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് രാത്രി ചിലപ്പോൾ 2 മണി വരെ ഒക്കെ ഉറങ്ങാണ്ട് ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ രാത്രി 12 മണിക്ക് ചോറ് കഴിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സാധനം ഞാൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചു. എന്ന് വെച്ചാൽ രാത്രി 12 മണിക്ക് 1 മണിക്കോ, അതായത് രാത്രിയത്തെ ഭക്ഷണം അത്രയും ലേറ്റായി കഴിക്കുന്ന പരിപാടി ഒഴിവാക്കി. പകരം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാത്രി കഴിക്കുന്ന ഭക്ഷണം വൈകുന്നേരം ഒരു 5 മണിക്ക് കഴിക്കാൻ തുടങ്ങി. അതും വലിയ അളവിലൊന്നും കഴിക്കില്ല, ചെറിയ അളവിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സെപ്റ്റംബർ പകുതി കഴിഞ്ഞിട്ട് ഒക്ടോബർ എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയല്ലേ കിട്ടുള്ളൂ. ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വടം വാങ്ങിയിട്ട് ട്രയൽ റെഡി തുടങ്ങുന്ന സമയത്തേക്ക് അത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോഴേക്കും നമ്മൾ ഏകദേശം ബോഡിയിൽ നിന്ന് പരിവപ്പെടുന്ന അവസ്ഥയിൽ എനിക്ക് അത്യാവശ്യം വയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വയറൊക്കെ റെഡിയാക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ലോക്കിടുന്ന സമയത്ത് ഒരുപാട് വയറുണ്ടെങ്കിൽ, ഞാൻ കളിയാക്കി പറയുന്നതല്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ലോക്കിടുമ്പോൾ അത്യാവശ്യം വയറൊക്കെ ഉണ്ടെങ്കിൽ ലോക്ക് വീഴാനൊക്കെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ച്. അങ്ങനെ രാത്രിയത്തെ ഭക്ഷണം എന്ത് ചെയ്തു, ഞാൻ തുടക്കത്തിൽ കാണിച്ചൊരു അവസ്ഥ എന്താ വെച്ചാൽ, രാത്രി ഭക്ഷണം സ്കിപ്പ് ചെയ്തു. അതിന് വല്ലാണ്ട് ബാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ, വൈകുന്നേര സമയത്ത് ഇത് കഴിക്കുന്നത് ഒരു 5-5:30 മണി സമയത്ത് രാത്രിക്കുള്ള ഭക്ഷണം, ഇതും വിശപ്പ് മാറാവുന്ന രീതിയിൽ കുറച്ച് മാത്രം. പിന്നെ കുക്കുംബർ ഈ സാധനമൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തു. കുക്കുംബറിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം ഒരു 2 കുക്കുംബർ 3 കുക്കുംബർ അങ്ങനെ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഡയറ്റ് ഒരു ഏകദേശം ഒരു പ്ലാൻ ഇട്ടു. ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഡയറ്റ് ചെയ്യണം അങ്ങനെയല്ല. ഞാൻ കുറേ എക്സ്ട്രീം സ്റ്റെപ്പുകളൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ദയവീത് ആരെങ്കിലും ഞാൻ പറയുന്നത് അതേപോലെ പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കാണ്ടിരിക്കുക. കാരണം എനിക്ക് തന്നെ ചില സമയത്ത് ഇത് മിസ്റ്റേക്കായി പോയി തോന്നണ ചില നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടയേർഡാവുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ അനുഭവത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുട്ട ഉണ്ടല്ലോ, മുട്ടയുടെ മഞ്ഞ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച്. അത് ചില സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. മുട്ടയുടെ വെള്ള എന്ന് വെച്ചാൽ ഒരു 3 മുട്ട രാവിലെ, അതായത് പല ദിവസം ചോറ് കഴിക്കാത്ത സമയത്ത് എന്ത് ചെയ്തു, 3 മുട്ടയുടെ വെള്ള മാത്രമായിട്ട് വെയിറ്റ് കാര്യമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ, അതായത് നമുക്ക് ടീം ഇറങ്ങുന്നല്ലോ, നമുക്ക് വെയിറ്റിൽ പിടിച്ചേക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ സമയത്ത് ഞാൻ ഈ ഉച്ച സമയത്തും രാത്രി മുട്ടയിട്ടുള്ള ഒരു 3-4 ദിവസമായപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡാവാൻ തുടങ്ങി. എന്ന് വെച്ചാൽ മുട്ട പ്രോട്ടീൻ്റെ ഈ സാധനം മാത്രം അത്യാവശ്യം മതി, ഊർജ്ജം കിട്ടുന്ന ലെവലിൽ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ, പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ വെട്ടി ചുരുക്കുമ്പോൾ നമ്മുടെ ബോഡി കാര്യമായിട്ട് ബാധിക്കും.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല, രാവിലെ ചോറുണ്ണ എന്നുള്ളൊരവസ്ഥയിലെത്തി. ഉച്ചയ്ക്ക് ചോറിന് പകരം മുട്ട 3 മുട്ട കഴിക്കാൻ തുടങ്ങി. വൈകുന്നേരം സമയത്ത് ഒരു 3 മുട്ട കഴിക്കാൻ തുടങ്ങി. അത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ചോറ് കഴിക്കുകയാണെങ്കിൽ തന്നെ രാവിലെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുകയാണെങ്കിൽ അത് ഒരു കയ്യിൽ, ഒറ്റ കയ്യിൽ, അല്ലെങ്കിൽ ഒരു 2 കയ്യിലെടുത്ത് 1.5 കയ്യിൽ അങ്ങനെയുള്ള ചോറ് വളരെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇലക്കറികൾ മാക്സിമം കഴിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഒഴിവാക്കി, ഗ്യാസ് എടുക്കുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കി. പകരം മധുരക്കിഴങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് മുട്ടയുടെ വെള്ള, മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഇതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഒരു 68ലേക്കൊക്കെ വെയിറ്റ് വല്ലാണ്ട് താണിക്കുന്ന സമയം ഞാൻ 66 വെയിറ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബോട്ടിൽ 66 കിലോ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 83 കുറഞ്ഞ് വന്നിട്ട് അത്രയും ഡയറ്റ് ചെയ്ത് പിടിച്ച സമയത്ത് 3 നേരം മുട്ടയുടെ വെള്ള ചെറുപയറും കഴിക്കുന്ന ദിവസങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 2-2 ആഴ്ചയോളം ഞാൻ അതിൽ ശരിക്കും ടയേർഡായി പോയി. എന്നിട്ട് 66 വെയിറ്റ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആലത്തൂർ എന്താ സ്ഥലത്ത് പാലക്കുഴി 66 കിലോ വെയിറ്റ് കാണിച്ചിട്ടുണ്ട്. എനിക്കത് 66 കിലോ എന്ന് പറഞ്ഞാൽ 17.5 കിലോ കുറച്ചിട്ടെന്ന് വെച്ചാൽ ഒറ്റയടിക്കല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു 3.5 മാസം കൊണ്ട് ഒരു 83,560 66.1 അതിൽ 100 ഗ്രാം ആ തോറത്തിൻ്റെ ഇത് കൂടി ഒന്ന് മാറ്റിയപ്പോൾ, അതായത് നൈസ് സാധനം വെച്ചപ്പോൾ 66 കിലോ, കറക്റ്റ് 66 കിലോ തൂങ്ങി. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഫ്രഷ് വെയിറ്റ് 68 അത്രയും ഡയറ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നമ്മളിപ്പോൾ വെയിറ്റ് കുറയ്ക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വട്ടം ഞാനൊരു അരപ്പൊട്ട് ഗുളികട്ടായിരുന്നു. പ്ലസ് അതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറഞ്ഞതിനെ വെച്ച് സാധാരണ ചെയ്യുന്നത് വെച്ചുമ്പോൾ ടാർപ്പായിൽ രാവിലെ മുതൽ ഇരിക്കും. രാവിലെ 9:30 മുതൽ ഗ്യാപ്പിട്ടിട്ട് വൈകുന്നേരം 2 മണിയായിട്ട് ടാർപ്പായി ഇരിക്കും. മനുഷ്യരൊന്നിനും പറ്റില്ല. വടത്തിൽ നിന്ന് തിരിയുമ്പോൾ തന്നെ നമുക്ക് ഛർദ്ദിക്കാനും അതുപോലെ തല കറങ്ങാനും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പം എനിക്ക് തോന്നി 68 കിലോയിൽ ഇത്രയും ഡയറ്റിൽ നിന്ന് ഇത്രയും ഒരു 4-4.5 കിലോനൊക്കെ ഈ 2 ദിവസത്തെ ഗ്യാപ്പിൽ, വലിയുടെ അവസാനത്തെ 2 ദിവസത്തെ ഗ്യാപ്പിൽ കുറയ്ക്കുക എന്ന് പറയുന്നത് കാര്യമായി ബാധിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ഡയറ്റ് ചെയ്തിട്ട് ഇനി എങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്യുക, ടാർപ്പായിലിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചെറുതായിട്ട് വെയിറ്റ് കൂട്ടുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു 71 കിലോ, ഏകദേശം ഒരു 71 കിലോ എന്ന് എനിക്ക് കുറച്ച് ഹെൽത്തി ആയിക്കണം എൻ്റെ ഫ്രഷ് വെയിറ്റ്. ഇപ്പോൾ ഞാനൊരു 72 കിലോന് അടുത്തുണ്ട്, 71.5-72 കിലോ. എന്നിട്ട് ഇതൊന്നൊരു 4-4.5 കിലോ കുറച്ചിട്ടാണ് സാധാരണ നമ്മൾ ഹോട്ടലിലായിരുന്നെങ്കിൽ 67.5 സാധാരണ കാണിക്കില്ല. 68 വെയിറ്റ് ഇട്ട് 67. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വമ്പൻ പ്ലെയർ അങ്ങനെ രീതിയിലോട്ട് സംസാരിക്കും. ഞാനൊരു വെയിറ്റ് കുറച്ചതിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഇവിടെ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് കുറച്ച് ഫ്രഷ്നെസ് കിട്ടുന്നത് ഞാൻ ഏകദേശം ഒരു 72 കിലോനടുത്ത് ഫ്രഷ് വെയിറ്റ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ പലരും പറയുന്നുണ്ട് നമ്മൾ എത്രയാണ് വെയിറ്റ് ഉള്ളതെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 1.5 കിലോ 2 കിലോ 2.5 കിലോനൊക്കെ കുറച്ച് 3 കിലോനടുത്ത് കുറച്ച് ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടുന്ന ആ വലിയ പവറും സംഗതിയൊക്കെ കിട്ടും. പിന്നെ വല്ലാണ്ട് വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മസിൽ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കര ടയേർഡാവും, മസിൽ ലോസ് സംഭവിക്കുന്നുണ്ട്. പിന്നെ വിശപ്പും ചിലപ്പോൾ സഹിക്കില്ല. പക്ഷേ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്കത് ശീലമായിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വല്ലാണ്ട് പ്രാന്ത കാണിക്കാണ്ടിരിക്കുക, എക്സ്ട്രീം സ്റ്റെപ്പുകൾ എടുക്കാണ്ടിരിക്കുക. പക്ഷെ നമ്മൾ അത്യാവശ്യം നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം വയറിന് അത്യാവശ്യം ഫാറ്റുള്ള ഒരു മനുഷ്യനാണ് വിചാരിക്കാം. നമ്മൾ ആദ്യം ഫാറ്റുള്ള മനുഷ്യനാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഫേസിലും ഇവിടുത്തെ ഇറച്ചിയും ഒക്കെയാണ് പോയി കിട്ടും, കയ്യിലും കാലിലൊക്കെ. പിന്നെയാണ് വയറിലാണ് അവസാനമുള്ളത്. ഇപ്പോൾ വയറിൽ അവസാനമേ പോകുള്ളൂ. അപ്പോൾ എന്തായിരുന്നു വെച്ചാൽ പിന്നെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ജിമ്മിലൊരു 4-5 ദിവസം പോയി. പിന്നെ ജിമ്മും വടവലി എല്ലാം കൂടി നടക്കില്ല എന്നുകൊണ്ട് ജിമ്മും പരമാവധി ഇവിടെ കുറച്ച് വെച്ചെടുക്കണം. ഇപ്പോൾ ഇടയ്ക്ക് മാത്രമേ പോകുള്ളൂ. വൈകുന്നേരം ഡെയിലി എല്ലാ ദിവസവും ഗ്രൗണ്ടിൽ പോയിട്ട് 20 മിനിറ്റ് മിനിമം 28-25 മിനിറ്റ് ഓട്ടം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഫുട്ബോളും കളിക്കും. അപ്പോൾ അങ്ങനെ വിയർക്കും, മാക്സിമം ബോഡിക്ക് മൂവ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങി. അത് ഇത് കാർഡിയോ അങ്ങനെയുള്ള ഒരു എക്സസൈസും കൂടിയാണുള്ളത്. ഡെയിലി സ്ഥിരം ട്രയലടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രയലടി, വൈകുന്നേരം 20 മിനിറ്റ് ഓട്ടം, ഇടയ്ക്ക് ഫുട്ബോൾ കളി, ഡയറ്റ്, പച്ചക്കറികൾ കുക്കുംബർ ഒക്കെ കഴിക്കുക, അതുപോലെ ചപ്പാത്തി, ചോറിന് പകരം ചപ്പാത്തി കഴിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇട്ട്. ഇപ്പം ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളൊന്നും ഇപ്പം എനിക്ക് 72 കിലോനടുത്ത് വെയിറ്റ് ഉണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്. ഇതൊരു 68-67 എത്തുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 72 കിലോ ഉള്ളത് ഇതൊരു 69 വെയിറ്റ് കാണിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ലെവലിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ സമാധാനം കിട്ടുന്നു. കുറച്ചുകൂടി നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഡെയിലി ലൈഫിനെ വല്ലാണ്ട് ബാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സംഭവം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വിചാരിക്കുന്നു. എക്സ്ട്രീം സ്റ്റെപ്പുകൾ എടുക്കാണ്ടിരിക്കുക, പടിയായിട്ട് കുറയ്ക്കുക. ഒറ്റയടിക്കും മൊത്തം കട്ട് ചെയ്യരുത്. ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നമ്മൾ കാര്യമായിട്ടുള്ള വെയിറ്റ് കുറഞ്ഞ് കിട്ടും.
അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വേറെ വീഡിയോയിൽ കാണാം. താങ്ക് യു.